നമ്മുടെ സമഗ്രയിൽ അപ്ലോഡ് ചെയ്തിരിക്കുന്ന ക്വസ്റ്റ്യൻസ് അല്ലേ നമ്മൾ നോക്കിക്കൊണ്ടിരുന്നത്. ഇന്ന് അതിന്റെ രണ്ടാമത്തെ വീഡിയോ ആണ്. ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ആ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ സി പാർട്ടാണ്, സി സെക്ഷൻ. ഈ സെക്ഷനിൽ ആകെ 11 ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുള്ളത്. ആ 11 ക്വസ്റ്റ്യൻസിൽ 8 നമ്മൾ ആൻസർ ചെയ്യണം. 8 ക്വസ്റ്റ്യൻസ്. ഈ 8 ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാനായിട്ട് 1 മണിക്കൂറിൽ കൂടുതൽ നിങ്ങൾ എടുക്കരുത് കേട്ടോ. 1 മണിക്കൂറിനുള്ളിൽ 8 ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്തോണം. എങ്കിൽ മാത്രമേ നമുക്ക് കറക്റ്റ് ആയിട്ട് ടൈം മാനേജ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ സി പാർട്ടിൽ 8 ക്വസ്റ്റ്യൻസ് ആണ് ചെയ്യേണ്ടത്. ഓരോ ക്വസ്റ്റ്യൻസിനും 4 മാർക്ക് വീതം. ആ 8 ക്വസ്റ്റ്യൻസ് 1 മണിക്കൂറിനുള്ളിൽ ആൻസർ ചെയ്ത് കഴിഞ്ഞോണം. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കിയാലോ. 12ാമത്തെ ക്വസ്റ്റ്യൻ. എക്സ് 5 രൂപ നാണയങ്ങളുണ്ട്, വൈ 10 രൂപ നാണയങ്ങളുണ്ട് അല്ലേ. അത് രണ്ടും കൂടെ ചേർത്താൽ 80 രൂപ കിട്ടും. അതുപോലെ തന്നെ എക്സ് 10 രൂപ നാണയങ്ങളുണ്ട്, വൈ 5 രൂപ നാണയങ്ങളുണ്ട്. അത് രണ്ടും കൂടെ ചേർത്തുണ്ടെങ്കിൽ എത്ര രൂപ കിട്ടും? 70 രൂപ കിട്ടും. നമ്മളോട് എന്താ കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്? ആദ്യം ഇക്വേഷൻസ് കണ്ടുപിടിക്കണം അല്ലെ, സമവാക്യങ്ങൾ കണ്ടുപിടിക്കണം. അതുപോലെ തന്നെ ഓരോ തരത്തിലുമുള്ള എത്ര നാണയങ്ങളുണ്ടെന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ ആദ്യം നമുക്ക് ഇക്വേഷൻ കണ്ടുപിടിക്കണം അല്ലെ. ഇക്വേഷൻ എങ്ങനെ കണ്ടുപിടിക്കുന്നത്? ഓരോ സെന്റൻസും വായിച്ചു നോക്കിയേ. എക്സ് 5 രൂപ നാണയങ്ങൾ നമുക്ക് എങ്ങനെ എഴുതാം? 5x അല്ലെ, 5x. ദെൻ വൈ 10 രൂപ നാണയങ്ങൾ, അപ്പോൾ എങ്ങനെ എഴുതാം? 10y. അത് രണ്ടും കൂടെ ചേർത്താൽ 80 രൂപ അല്ലെ. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 80. ഒന്നാമത്തെ ഇക്വേഷൻ കിട്ടി. ഇനി രണ്ടാമത്തെ ഇക്വേഷനോ? എക്സ് 10 രൂപ നാണയങ്ങൾ, അതായത് 10x അല്ലെ, 10x പ്ലസ് വൈ 5 രൂപ നാണയങ്ങൾ, അപ്പോൾ 5y അല്ലെ, 5y ദാറ്റ് ഈസ് ഈക്വൽ ടു, അത് രണ്ടും കൂടെ ചേർക്കുമ്പോൾ 70 രൂപ കിട്ടും. 70. നമുക്ക് രണ്ടാമത്തെ ഇക്വേഷനും കിട്ടി. ഇതല്ലേ നമ്മൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. 2 ഇക്വേഷൻസ് കൺസ്ട്രക്ട് ചെയ്യുക. ഇത് രണ്ടും നമ്മുടെ ഇക്വേഷൻസ്. ഇനി രണ്ടാമത് ബി പാർട്ട് എന്താ ചോദിച്ചിരിക്കുന്നത്? ഓരോ തരത്തിലുമുള്ള നാണയങ്ങളുടെ എണ്ണം കണ്ടുപിടിക്കണം. അതായത് എക്സും വൈയും കണ്ടുപിടിക്കണം അല്ലെ. ഈ 2 ഇക്വേഷനിൽ നിന്നും എക്സും വൈയും എങ്ങനെ കണ്ടുപിടിക്കുന്നത്? ഏതെങ്കിലും ഒരു വേരിയബിളിന്റെ കോഎഫിഷ്യന്റ് സെയിം ആക്കണം അല്ലെ. ഇപ്പോൾ കോഎഫിഷ്യന്റ് എത്രയൊക്കെയാണ്? എക്സിന്റെ കോഎഫിഷ്യന്റ് 5ഉം 10ഉം ആണ് അല്ലെ. 5നെയും 10നെയും നമുക്ക് ഏത് നമ്പറിലേക്ക് ആക്കാം? 10ലേക്ക് ആക്കാം അല്ലെ. അതായത് ആദ്യത്തെ ഇക്വേഷനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ ഞാൻ ആദ്യത്തെ ഇക്വേഷനെ, ഒന്നാമത്തെ ഇക്വേഷനെ എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാനായിട്ട് പോവാണ്? 2 കൊണ്ട്. എങ്ങനെ ഇക്വേഷൻ ചേഞ്ച് ആവും? 2 × 5x 10x. ദെൻ 2 × 10y 20y. ദാറ്റ് ഈസ് ഈക്വൽ ടു 2 × 80 160. നമുക്ക് മൂന്നാമത്തെ ഇക്വേഷൻ ആയിട്ട് എഴുതാം. ഇനി ഇതെങ്ങനെ സോൾവ് ചെയ്യുന്നത്? രണ്ടാമത്തെ മൂന്നാമത്തെ ഇക്വേഷൻ നമ്മൾ സബ്ട്രാക്ട് ചെയ്താൽ പോരെ. അതായത് ഞാൻ മൂന്നാമത്തെ ഇക്വേഷൻ ആണ് വലുത്, അതുകൊണ്ട് 3ൽ നിന്ന് 2 സബ്ട്രാക്ട് ചെയ്യാനായിട്ട് പോവുക. മൂന്നാമത്തെ ഇക്വേഷൻ എന്നാ? 10x പ്ലസ് 20y. ദാറ്റ് ഈസ് ഈക്വൽ ടു 160 മൈനസ് രണ്ടാമത്തെ ഇക്വേഷൻ 10x പ്ലസ് 5y. ദാറ്റ് ഈസ് ഈക്വൽ ടു 70. 10x മൈനസ് 10x 0 കിട്ടും. 20y മൈനസ് 5y പ്ലസ് 15y എന്ന് കിട്ടും അല്ലെ, 15y. ദാറ്റ് ഈസ് ഈക്വൽ ടു 160 മൈനസ് 70 90 കിട്ടും അല്ലെ, 90. അതായത് 15y ദാറ്റ് ഈസ് ഈക്വൽ ടു 90 എന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ വൈയോ? y ദാറ്റ് ഈസ് ഈക്വൽ ടു 90 ഡിവൈഡഡ് ബൈ 15 എന്ന് കിട്ടും. ദാറ്റ് ഈസ് ഈക്വൽ ടു 90 ഡിവൈഡ് ബൈ 15 എത്രയാണ്? 6 അല്ലെ, 6. y ഈക്വൽ ടു 6 എന്ന് കിട്ടി. ഇനി അടുത്ത് എന്താ കണ്ടുപിടിക്കണം? എക്സ് കണ്ടുപിടിക്കണം അല്ലെ. എക്സ് എങ്ങനെ കണ്ടുപിടിക്കുന്നത്? y ഈക്വൽ ടു 6 ഏതെങ്കിലും ഒരു ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പൊ ഒന്നാമത്തെ ഇക്വേഷൻ തന്നെ എടുത്താലോ. ഒന്നാമത്തെ ഇക്വേഷനിൽ വൈയുടെ സ്ഥാനത്ത് 6 കൊടുക്കണം അല്ലെ. അപ്പോൾ എങ്ങനെ വരും? 5x പ്ലസ് 10 × 6 എത്രയാ? 60 അല്ലെ, 60. ദാറ്റ് ഈസ് ഈക്വൽ ടു 80. അങ്ങനെയാണെങ്കിൽ 5xോ? 5x ദാറ്റ് ഈസ് ഈക്വൽ ടു 60 ഈ സൈഡിലേക്ക് കൊണ്ടുപോയി. അതായത് 80 മൈനസ് 60 എത്ര കിട്ടും? 20. അങ്ങനെയാണെങ്കിൽ എക്സോ? എക്സ് ദാറ്റ് ഈസ് ഈക്വൽ ടു 5 ഈ സൈഡിലേക്ക് കൊണ്ടുപോയി അല്ലെ. അങ്ങനെയാണെങ്കിൽ 20 ഡിവൈഡ് ബൈ 5 4 കിട്ടും അല്ലെ. 20 ഡിവൈഡ് ബൈ 5 4 എന്ന് കിട്ടും. അതായത് എക്സിന്റെ വാല്യൂ എത്രയാണ്? 4. വൈയുടെ വാല്യൂ 6. അതല്ലേ നമ്മളോട് ചോദിച്ചിരിക്കുന്നത്? എക്സിന്റെ വാല്യൂ എക്സ് ദാറ്റ് ഈസ് ഈക്വൽ ടു 4, വൈ ദാറ്റ് ഈസ് ഈക്വൽ ടു 6. അടുത്തത് 13ാമത്തെ ക്വസ്റ്റ്യൻ. 2 ഒറ്റ സംഖ്യകളുടെ അല്ലെങ്കിൽ ഓഡ് നമ്പേഴ്സിന്റെ സം എത്രയാണ്? 24. അവയുടെ പ്രൊഡക്റ്റോ? 143. സംഖ്യകളെ എക്സ് വൈ ആയിട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ ആദ്യം നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താ? x+2 × y+2 എക്സ്പാൻഡ് ചെയ്ത് എഴുതാൻ പറഞ്ഞിട്ടുണ്ട് അല്ലെ. അടുത്തത് x+2 × y+2ന്റെ വാല്യൂ കണ്ടുപിടിക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. ആദ്യം നമുക്ക് ഇതൊന്ന് എക്സ്പാൻഡ് ചെയ്ത് എഴുതാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ x+2 × y+2 ദാറ്റ് ഈസ് ഈക്വൽ ടു എങ്ങനെ എക്സ്പാൻഡ് ചെയ്യാം?
ഈ ബ്രാക്കറ്റിലെ ഓരോ നമ്പറിനെയും രണ്ടാമത്തെ ബ്രാക്കറ്റിലെ ഓരോ നമ്പറുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം അല്ലേ? അതായത് എക്സ് ഇൻറ്റു വൈ എക്സ് വൈ പ്ലസ് എക്സ് ഇൻറ്റു ടു 2x, ദെൻ 2 ഇൻറ്റു വൈ 2y പ്ലസ് 2y, അടുത്ത് 2 ഇൻറ്റു 2 4 അല്ലേ, പ്ലസ് 4. ദാറ്റ് ഈസ് ഈക്വൽ ടു, ഇനി നമുക്ക് ഈ രണ്ട് ടേമിനകത്തുനിന്നും 2 കോമൺ ആയിട്ട് എടുത്താലോ? അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? എക്സ് വൈ പ്ലസ് 2 കോമൺ ആയിട്ട് എടുത്തു. അങ്ങനെയാണെങ്കിൽ ഇവിടെ ബാക്കി എക്സ് അല്ലേ, എക്സ് പ്ലസ് ഇവിടെ എന്നാ ബാക്കിയുള്ളത്? വൈ അല്ലേ, വൈ, കാരണം 2 നമ്മൾ ഇവിടെ കോമൺ ആയിട്ട് എടുത്തു. ദെൻ പ്ലസ് 4 എന്ന് എഴുതി. അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ കഴിഞ്ഞു. എക്സ് പ്ലസ് 2 ഇൻറ്റു വൈ പ്ലസ് 2 എങ്ങനെ നമുക്ക് എക്സ്പാൻഡ് ചെയ്ത് എഴുതാം? എക്സ് വൈ പ്ലസ് 2 ഇൻറ്റു എക്സ് പ്ലസ് വൈ പ്ലസ് 4 എന്ന് എഴുതാം. ഈ സ്റ്റെപ്പിൽ എഴുതി നിർത്തിയാലും കുഴപ്പമൊന്നുമില്ല, ഞാൻ ഒരു സ്റ്റെപ്പും കൂടെ എഴുതി തന്നെ ഉള്ളൂ. അതെന്തിനാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഈസി ആയിട്ട് ചെയ്യാൻ വേണ്ടിയാണ്. അടുത്തത് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. ഇനി നമ്മളോട് ഇതിന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട് അല്ലേ? നമ്മുടെ ഒറ്റ സംഖ്യയുടെ ഏതൊക്കെയാണ്? എക്സും വൈയും. അങ്ങനെയാണെങ്കിൽ എക്സ് പ്ലസ് 2 ഇൻറ്റു വൈ പ്ലസ് 2 കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട് അല്ലേ? എക്സ് പ്ലസ് 2 ഇൻറ്റു വൈ പ്ലസ് 2. ഇത് തന്നെയല്ല ഈ എക്സ്പാൻഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു എക്സ് വൈ പ്ലസ് 2 ഇൻറ്റു എക്സ് പ്ലസ് വൈ പ്ലസ് 4. ദാറ്റ് ഈസ് ഈക്വൽ ടു, സംഖ്യകൾ എക്സും വൈയും ആണെങ്കിൽ എക്സ് വൈ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ പ്രൊഡക്റ്റ് അല്ലേ, അല്ലെങ്കിൽ ഗുണനഫലം. ഗുണനഫലം എത്രയാന്ന് തന്നിട്ടുണ്ട്? 143 ആണെന്ന് തന്നിട്ടുണ്ട് അല്ലേ? അതായത് എക്സ് വൈ എത്രയാണ്? 143 പ്ലസ് 2 ഇൻറ്റു എക്സ് പ്ലസ് വൈയോ, എക്സ് പ്ലസ് വൈ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സമ്മ അല്ലേ, സമ്മ എത്രയാണ്? 24 പ്ലസ് 4. ദാറ്റ് ഈസ് ഈക്വൽ ടു 143 പ്ലസ് 2 ഇൻറ്റു 24 48 അല്ലേ, 48 പ്ലസ് 4. ദാറ്റ് ഈസ് ഈക്വൽ ടു 143 പ്ലസ് 48 പ്ലസ് 4 എത്രയാണ്? 52 അല്ലേ, 52. ഇനി ഇത് രണ്ടും കൂടെ ഒന്ന് ആഡ് ചെയ്തേ. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 143 പ്ലസ് 52. 3 2 5, 5 4 9, ദെൻ 1 എത്ര കിട്ടി? 195 കിട്ടി. അതായത് ഈ പ്രൊഡക്റ്റ് എത്രയായിട്ട് കിട്ടി? 195 എന്ന് കിട്ടി, 195. അടുത്തത് 14ാമത്തെ ക്വസ്റ്റ്യൻ. 2 സെന്റിമീറ്റർ സ്ക്വയർ, 3 സെന്റിമീറ്റർ സ്ക്വയർ, 5 സെന്റിമീറ്റർ സ്ക്വയർ എന്നീ പരപ്പളവുകളുള്ള അല്ലെങ്കിൽ ഏരിയകളുള്ള സ്ക്വയർ നമുക്ക് തന്നിട്ടുണ്ട് അല്ലെ? ആ സ്ക്വയറുകൾ ചേർത്ത് ഒരു ട്രയാങ്കിൾ വരച്ചിട്ടുണ്ട്. നമ്മളോട് എന്താ പറഞ്ഞിരിക്കുന്നത്? ആ ട്രയാങ്കിളിന്റെ വശങ്ങളുടെ എല്ലാം ലെങ്ത് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ദെൻ രണ്ടാമത്തെ ക്വസ്റ്റ്യനോ, ആ ട്രയാങ്കിളിന്റെ പെരിമീറ്റർ അല്ലെങ്കിൽ ചുറ്റളവ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട് അല്ലെ? അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താ? ആ ട്രയാങ്കിളിന്റെ എല്ലാ സൈഡുകളും കണ്ടുപിടിക്കണം. നമുക്ക് തന്നിരിക്കുന്നത് എന്താ? ട്രയാങ്കിളിന്റെ ഓരോ സൈഡിലും സ്ക്വയറുകൾ വരച്ചിട്ടുണ്ട്. ആ സ്ക്വയറുകളുടെ ഏരിയ തന്നിട്ടുണ്ട് അല്ലെ? ഈ സ്ക്വയറിന്റെ ഏരിയ 5 സെന്റിമീറ്റർ സ്ക്വയർ. അങ്ങനെയാണെങ്കിൽ അതിന്റെ ഒരു സൈഡ് എത്രയായിരിക്കും? ഏരിയ 5 സെന്റിമീറ്റർ സ്ക്വയർ ആണെങ്കിൽ സൈഡോ √5 അല്ലെ, √5. ദെൻ ഈ സ്ക്വയറിന്റെ ഏരിയ 3 സെന്റിമീറ്റർ സ്ക്വയർ ആണ്, അതുകൊണ്ട് സൈഡോ √3 അല്ലെ, √3. ഈ സ്ക്വയറിന്റെയോ ഏരിയ 2 സെന്റിമീറ്റർ സ്ക്വയർ ആണ്, അതുകൊണ്ട് സൈഡോ √2. അപ്പോൾ ഈ ട്രയാങ്കിളിന്റെ എല്ലാ സൈഡും നമുക്ക് കിട്ടിയില്ലേ? ഓരോ സൈഡും എത്രയൊക്കെ വെച്ചാണ്? √2, √3, √5. അടുത്ത നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താ? ചുറ്റളവ് കണ്ടുപിടിക്കുക അല്ലെങ്കിൽ പെരിമീറ്റർ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട് അല്ലെ? പെരിമീറ്റർ എങ്ങനെ കണ്ടുപിടിക്കുന്നത്? 3 സൈഡും ആഡ് ചെയ്താൽ പോരെ? അതായത് പെരിമീറ്റർ ഓരോ സൈഡും എത്രയൊക്കെ വെച്ചാണ്? √2 പ്ലസ് √3 പ്ലസ് √5 അല്ലെ? അതിന്റെ ഡെസിമൽ വാല്യൂ എത്രയാണ്? ദാറ്റ് ഈസ് ഈക്വൽ ടു √2ന്റെ എത്രയാ? 1.41 തന്നിട്ടുണ്ട് അല്ലെ? 1.41 പ്ലസ് √3യുടെയോ 1.73 പ്ലസ് √5ന്റെയോ 2.23 അല്ലെ? ചില ടെക്സ്റ്റ് ബുക്കിൽ 2.24 എന്ന് എഴുതാറുണ്ട്. ഇവിടെ തന്നിരിക്കുന്നത് എത്രയാണ്? 2.23 ആണ്. അതുകൊണ്ട് അത് തന്നെ യൂസ് ചെയ്യുക, 2.23. ഇതെല്ലാം കൂടെ ഒന്ന് ആഡ് ചെയ്തേ. 1.41 പ്ലസ് 1.73 2.23. 3 1 4 3 7 7 4 11 11 2 13 അല്ലെ? റിമൈൻഡർ 1 വരും. 1 1 2 3 3 2 5 5.37. ദാറ്റ് ഈസ് ഈക്വൽ ടു 5.37 സെന്റിമീറ്റർ എന്ന് നമുക്ക് കിട്ടും. അപ്പോൾ ഈ ട്രയാങ്കിളിന്റെ പെരിമീറ്റർ എത്രയാണ്? 5.37 സെന്റിമീറ്റർ. അടുത്ത 15ാമത്തെ ക്വസ്റ്റ്യൻ. ഇവിടെ ABCയുടെ ഒരു പാരലോഗ്രാം ആണ് അല്ലെ? പാരലോഗ്രാം അല്ലെങ്കിൽ സാമാന്തരികം. അതുപോലെ തന്നെ എമ്മിന്റെയും എന്നിന്റെയും പ്രത്യേകത എന്താ? AB-യുടെ മിഡ് പോയിന്റ് ആണ് M, അതുപോലെ തന്നെ DC-യുടെ മിഡ് പോയിന്റ് ആണ് N. ഇനി നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താ?
ഈ നിറം കൊടുത്തിരിക്കുന്ന ഭാഗം ഒരു സമാന്തരികമാണോ അല്ലെങ്കിൽ പാരലോഗ്രാം ആണോ എന്ന് പ്രൂവ് ചെയ്യണം അല്ലെ. അതുപോലെ തന്നെ രണ്ടാമതോ എ പിയും പി ക്യൂവും ക്യു സിയും ഈക്വൽ ആണെന്ന് തെളിയിക്കണം അല്ലെ. ദെൻ മൂന്നാമതായിട്ടോ പി ക്യൂയുടെ വാല്യൂ കൊടുത്തിട്ടുണ്ട് 4 സെന്റിമീറ്റർ. അങ്ങനെയാണെങ്കിൽ എ സിയുടെ മൊത്തം നീളം എത്രയാണെന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ ഒന്നാമത്തത് ഈ ഷെയ്ഡ് കൊടുത്തിരിക്കുന്ന ഭാഗം ഒരു പാരലോഗ്രാം ആണെന്ന് എങ്ങനെ നമുക്ക് തെളിയിക്കുന്നത്? നമുക്ക് തന്നിരിക്കുന്നത് എ ബി സി ഡി ഈ വലുത് പാരലോഗ്രാം ആണെന്നല്ലേ. പാരലോഗ്രാമിന്റെ പ്രത്യേകത എന്താ? ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വലും ആയിരിക്കും പാരലും ആയിരിക്കും അല്ലെ. അതായത് എ ബിയും ഡി സിയും ഈക്വലും ആയിരിക്കും പാരലും ആയിരിക്കും അല്ലെ. എ ബി ഈക്വൽ ടു ഡി സിയും ആയിരിക്കും, അതുപോലെ തന്നെ എ ബി പാരലൽ ടു ഡി സിയും ആയിരിക്കും. അതിനുള്ള കാരണം എന്നാ? എ ബി സി ഡി ഒരു പാരലോഗ്രാം ആയതുകൊണ്ട് അല്ലെ. അങ്ങനെയാണെങ്കിൽ ഈ ഷെയ്ഡ് ചെയ്തിരിക്കുന്ന ഭാഗമോ എം ബിയും അതിന് ഓപ്പോസിറ്റ് കിടക്കുന്ന ഡി എന്നും പാരലായിരിക്കുമോ? പാരലായിരിക്കും അല്ലെ. കാരണം എ ബിയുടെയും ഡി സിയുടെയും ഓരോ പാർട്ട് ആണ് ഏത്? എം ബിയും ഡി എന്നും. അതുകൊണ്ട് അത് രണ്ടും പാരലായിരിക്കും അല്ലെ. എം ബി പാരലൽ ടു ഡി എൻ ആയിരിക്കും. ഇനി ഇത് രണ്ട് ഈക്വൽ ആയിരിക്കുമോ? എമ്മിന്റെയും എന്നിന്റെയും പ്രത്യേകത എന്താ? എ ബിയുടെ മിഡ് പോയിന്റ് ആണ് എം, അതുപോലെ തന്നെ ഡി സിയുടെ മിഡ് പോയിന്റ് ആണ് എൻ അല്ലെ. അത് കാരണം നമുക്ക് എന്ത് പറയാം? എം ബി ഈക്വൽ ടു ഡി എൻ എന്നും പറയാം അല്ലെ. എം ബി ഈക്വൽ ടു ഡി എൻ. അതിനുള്ള കാരണം എന്നാ? എമ്മും എന്നും മിഡ് പോയിന്റ്സ് ആണ്. എം ആൻഡ് എൻ ആർ മിഡ് പോയിന്റ്സ്. ഈ രണ്ട് പ്രത്യേകതയും വെച്ച് നമുക്ക് എന്ത് പറയാം? എം ബി എൻ ഡി ഈ ഷെയ്ഡ് ചെയ്തിരിക്കുന്ന ഭാഗം ഒരു പാരലോഗ്രാം ആയിരിക്കും. എം ബി എൻ ഡി ഈസ് എ പാരലോഗ്രാം. അടുത്ത രണ്ടാമത്തെ പാർട്ട് എങ്ങനെയാണ്? എ പിയും പി ക്യൂവും ക്യു സിയും ഈക്വൽ ആണെന്ന് തെളിയിക്കണം അല്ലെ. എ പി പി ക്യു ക്യു സി, അതായത് അവയുടെ റേഷ്യോ 1:1:1 എന്ന് തെളിയിച്ചാൽ പോരെ. അതിനുവേണ്ടി ഞാനൊരു ട്രയാങ്കിൾ എടുക്കുവാണ്, എ ബി ക്യു. ഇൻ ട്രയാങ്കിൾ എ ബി ക്യു, ബി ക്യൂവും എം ബിയും പാരലാണെന്ന് നമുക്കറിയാം അല്ലെ. കാരണം എന്നാ? ഈ ഷെയ്ഡ് ചെയ്തിരിക്കുന്ന ഭാഗം പാരലോഗ്രാം ആയതുകൊണ്ട് ബി ക്യൂവും എം പിയും പാരലാണ്. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? ഒരു ട്രയാങ്കിളിന്റെ ബി ക്യു എന്ന ഈ സൈഡിൽ പാരലായിട്ട് വരച്ചിരിക്കുന്ന എം പി എന്ന ഈ ലൈൻ മറ്റ് രണ്ട് സൈഡിനെയും ഒരേ റേഷ്യോയിൽ ഡിവൈഡ് ചെയ്യും അല്ലെ. എ എം ഈസ് ടു എം ബി ദാറ്റ് ഈസ് ഈക്വൽ ടു എ പി ഈസ് ടു പി ക്യു എന്ന് നമുക്ക് എഴുതാം അല്ലെ. അതായത് എ എം ഈസ് ടു എം ബി ദാറ്റ് ഈസ് ഈക്വൽ ടു എ പി ഈസ് ടു പി ക്യു. എ എം ഈസ് ടു എം ബി എത്രയാണ്? എം മിഡ് പോയിന്റ് ആണ് അല്ലെ. അതുകൊണ്ട് 1:1 തന്നെയാണ്. 1:1 ദാറ്റ് ഈസ് ഈക്വൽ ടു എ പി ഈസ് ടു പി ക്യു. അടുത്തതിന് രണ്ടാമത്തെ ട്രയാങ്കിൾ ഞാൻ എടുക്കാനായിട്ട് പോവാണ്, പി സി ഡി. ഇൻ ട്രയാങ്കിൾ പി സി ഡി ഇതേ കാരണം നമുക്ക് അവിടെയും പറയത്തില്ലേ. അതായത് ഡി എൻ ഈസ് ടു എൻ സി ദാറ്റ് ഈസ് ഈക്വൽ ടു പി ക്യു ഈസ് ടു ക്യു സി എന്ന് എഴുതത്തില്ലേ. ഡി എൻ ഈസ് ടു എൻ സി എത്രയാണ്? 1:1 അല്ലെ. 1:1 ദാറ്റ് ഈസ് ഈക്വൽ ടു പി ക്യു ഈസ് ടു ക്യു സി. ഇവിടെ എ പി ഈസ് ടു പി ക്യു 1:1 ആണ്. അതുപോലെ തന്നെ ഇവിടെ പി ക്യു ഈസ് ടു ക്യു സി 1:1 ആണ്. പി ക്യു രണ്ടിനകത്തും കോമൺ അല്ലേ. അത് കാരണം ആ മൂന്ന് സൈഡ്സിന്റെ റേഷ്യോ നമുക്ക് ഇക്വേറ്റ് ചെയ്തില്ലേ. അതായത് മൂന്ന് ലെങ്തുകൾ ഏതൊക്കെയാണ്? എ പി ഈസ് ടു പി ക്യു ഈസ് ടു ക്യു സി ദാറ്റ് ഈസ് ഈക്വൽ ടു 1:1:1. അതിന്റെ അർത്ഥം എന്നാ? എ പിയും പി ക്യൂവും ക്യു സിയും ഈക്വൽ ആണെന്ന് അല്ലെ. അതായത് എ പി ദാറ്റ് ഈസ് ഈക്വൽ ടു പി ക്യു ദാറ്റ് ഈസ് ഈക്വൽ ടു ക്യു സി. അതല്ലായിരുന്നു രണ്ടാമത് പ്രൂവ് ചെയ്യേണ്ടത്. ഇനി മൂന്നാമത്തത് പി ക്യു ഈക്വൽ ടു 4 സെന്റിമീറ്റർ എന്ന് തന്നിട്ടുണ്ട് അല്ലെ. അങ്ങനെയാണെങ്കിൽ എ സിയുടെ ലെന്ത് ആണ് ചോദിച്ചിരിക്കുന്നത്. പി ക്യു ഇവിടെ നിന്ന് ഇവിടം വരെ 4 സെന്റിമീറ്റർ. അങ്ങനെയാണെങ്കിൽ നമ്മൾ രണ്ടാമത്തെ ക്വസ്റ്റ്യനിൽ എന്ത് കണ്ടുപിടിച്ചു? എ പിയും പി ക്യൂവും ക്യു സിയും ഈക്വൽ ആണെന്ന് കിട്ടിയില്ലായിരുന്നോ. അത് കാരണം എ പി എത്രയാണ്? 4 സെന്റിമീറ്റർ. ക്യു സിയോ അത് 4 സെന്റിമീറ്റർ അല്ലെ. ഇനി നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താ? എ സി കണ്ടുപിടിക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് എ തൊട്ട് ഇവിടെ തൊട്ട് ഇത്രയും ലെങ്ത്. ടോട്ടൽ എത്രയാണ്? 4 4 4. അപ്പൊ ടോട്ടൽ എത്രയായി? 12 സെന്റിമീറ്റർ അല്ലെ. അങ്ങനെയാണെങ്കിൽ മൂന്നാമത്തെ ആൻസർ 12 സെന്റിമീറ്റർ. അടുത്ത 16ാമത്തെ ക്വസ്റ്റ്യൻ. എ ബി സി ഡി എന്നിവ തുടർച്ചയായിട്ടുള്ള എണ്ണൽ സംഖ്യകളാണ് അല്ലെങ്കിൽ നാച്ചുറൽ നമ്പേഴ്സ് ആണ്. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താ? എ എക്സ് ആയിട്ട് എടുത്താൽ ബാക്കിയുള്ള ബി സി ഡി എന്നീ നമ്പേഴ്സ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ബി സി എ ഡി എന്നിവ കണ്ടുപിടിക്കണം. അവയുടെ ഡിഫറൻസും കണ്ടുപിടിക്കണം.
BC 72 ആണെങ്കിൽ AD മൈനസ് 2 എത്രയാണെന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ ഒന്നാമത് തന്നിരിക്കുന്ന കാര്യം എന്താണ്? ABCD എന്നിവ കണ്ടിന്യൂസ് ആയിട്ടുള്ള നാച്ചുറൽ നമ്പേഴ്സ് ആണ് അല്ലേ? അതായത് ABCD ഇത് കണ്ടിന്യൂസ് ആയിട്ടുള്ള നാച്ചുറൽ നമ്പേഴ്സ് ആണ്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ X ആയിട്ട് എടുത്തു. എയുടെ പ്ലേസിൽ X എഴുതി, X ആയിട്ട് എടുത്തു. അങ്ങനെയാണെങ്കിൽ Bയും Cയും Dയും കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട് അല്ലേ? അപ്പോൾ തൊട്ട് അടുത്ത നാച്ചുറൽ നമ്പർ ഏതായിരിക്കും? X+1. ദെൻ അടുത്തതോ X+2. അടുത്തതോ X+3. അപ്പോൾ ബിയുടെ പ്ലേസിൽ ഏതാണ്? X+1, സിയുടെ വാല്യൂ X+2, ഡിയുടെ വാല്യൂ X+3. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. ഇനി അടുത്തത് രണ്ടാമത്തത്. BC കണ്ടുപിടിക്കണം, AD കണ്ടുപിടിക്കണം, എന്നിട്ട് അവ തമ്മിലുള്ള വ്യത്യാസം കണ്ടുപിടിക്കണം അല്ലെ? BC അതായത് ഈ നടുക്കത്തെ രണ്ട് നമ്പേഴ്സ് X+1 into X+2 that is equal to X into X, X square plus X into 2, 2X plus 1 into X, X plus 1 into 2, 2 അല്ലേ? 2 that is equal to X square 2X plus X 3X plus 2. അടുത്തത് AD കണ്ടുപിടിക്കണം അല്ലേ? അതായത് ആദ്യത്തതും ലാസ്റ്റത്തതും X into X plus 3 that is equal to X into X, X square, X into 3, 3X plus 3X. ഇനി എന്താ കണ്ടുപിടിക്കണം? അവയുടെ ഡിഫറൻസ് കണ്ടുപിടിക്കണം. അതായത് ഇത് രണ്ട് തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണ്? ഡിഫറൻസ് 2 ആണ് അല്ലേ? എക്സ്ട്രാ വന്നിരിക്കുന്നത് 2 ആണ്, അതുകൊണ്ട് ഡിഫറൻസ് 2. അടുത്തത് സി. നമുക്ക് എന്താ തന്നിരിക്കുന്നത്? BC that is equal to 72 എന്ന് തന്നിട്ടുണ്ട്. കണ്ടുപിടിക്കേണ്ടത് എന്താ? AD മൈനസ് 2 എത്രയാണെന്ന് കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താ കിട്ടിയത്? BCയും ADയും തമ്മിലുള്ള ഡിഫറൻസ് 2 എന്ന് കിട്ടി അല്ലേ? അതായത് BC മൈനസ് AD that is equal to 2 എന്ന് കിട്ടി. ഇനി ഇതിനകത്ത് BC എത്രയായിട്ട് തന്നിരിക്കുന്നത്? 72 അല്ലേ? അതായത് BC 72 മൈനസ് AD that is equal to 2 എന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ AD എത്രയാ? AD ഈ സൈഡിലേക്ക് ഉണ്ടായാൽ മതി അല്ലേ? അതായത് 72 മൈനസ് 2 ഈ 2 ഈ സൈഡിലേക്ക് വന്നു, that is equal to AD എന്ന് കിട്ടും. അതായത് ADയുടെ വാല്യൂ 70 ആണ്. 70 that is equal to AD. നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? AD മൈനസ് 2 ആണ് കണ്ടുപിടിക്കേണ്ടത്. that is equal to AD എത്രയാ? 70. അതായത് 70 മൈനസ് 2 that is equal to 68 നമുക്ക് കിട്ടും അല്ലേ? അതായത് AD മൈനസ് 2 68. അടുത്ത 17ാമത്തെ ക്വസ്റ്റ്യൻ. ABCD എന്ന് പറയുന്നത് ഒരു പാരലോഗ്രാം ആണ്, അല്ലെങ്കിൽ ഒരു സാമാന്ത്രികമാണെന്ന് തന്നിട്ടുണ്ട്. OD ഈക്വൽ ടു X+Y ആണ്, OC ഈക്വൽ ടു X+3Y ആണ്. നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? ഇക്വേഷൻ എഴുതാൻ പറഞ്ഞിട്ടുണ്ട് അല്ലെ? ഇവിടെ കുറച്ച് വാല്യൂസ് തന്നിട്ടുണ്ട്, ആ വാല്യൂസ് വെച്ചായിരിക്കണം ഇക്വേഷൻ എഴുതേണ്ടത്. ദെൻ എക്സും വൈയും കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. വികരണങ്ങളുടെ നീളം അല്ലെങ്കിൽ ഡയഗണൽസിന്റെ നീളവും കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒന്നാമത്തത് ആദ്യം നമുക്ക് ഇക്വേഷൻ എഴുതാം. B തൊട്ട് O വരെ 4 യൂണിറ്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ OD X+Y ആണെന്ന് തന്നിട്ടുണ്ട് അല്ലെ? X+Y. അടുത്തത് എന്താ തന്നിരിക്കുന്നത്? A തൊട്ട് O വരെ 10 യൂണിറ്റ് എന്ന് തന്നിട്ടുണ്ട്. OCയോ O തൊട്ട് C വരെ X+3Y എന്നും തന്നിട്ടുണ്ട്. X+3Y. ഇനി ഒരു പാരലോഗ്രാമിന്റെ പ്രത്യേകത എന്താ? അതിന്റെ ഡയഗണൽസ് കട്ട് ചെയ്യുന്നത് ഈക്വൽ ലെങ്ത് വെച്ചിട്ടായിരിക്കും. അതായത് ഒരു ഡയഗണൽ ഞാൻ എടുക്കാമെന്ന് വിചാരിക്കുക, DB. ഈ DBയെ O കട്ട് ചെയ്യുന്നത് ഈക്വൽ ലെങ്ത് ആയിട്ടാണ്. അതായത് ഇവിടെ നിന്ന് ഇവിടം വരെയുള്ള ലെങ്തും O തൊട്ട് B വരെയുള്ള ഈ ലെങ്ത് ഈക്വൽ ആയിരിക്കും. അതായത് നമുക്ക് എന്ത് പറയാം? X+Yയും 4ഉം ഈക്വൽ ആയിരിക്കും അല്ലെ? അതായത് X+Y that is equal to 4. ഇതാണ് ഒന്നാമത്തെ ഇക്വേഷൻ. അതുപോലെ തന്നെ രണ്ടാമത്തെ ഡയഗണലും, അതായത് AC-നെ O കട്ട് ചെയ്യുന്നത് ഈക്വൽ ലെങ്തിലായിരിക്കും. അതായത് ഇവിടുത്തെ 10 യൂണിറ്റ് തന്നെയായിരിക്കും എവിടെ നിന്ന് എങ്ങോട്ടേക്കുള്ള ലെങ്തും O തൊട്ട് C വരെയുള്ള ലെങ്തും. അതായത് നമുക്ക് എന്ത് പറയാം? X+3Y ആരോട് ഈക്വൽ ആയിരിക്കും? 10നോട് ഈക്വൽ ആയിരിക്കും. രണ്ട് ഇക്വേഷൻസ് കൺസ്ട്രക്ട് ചെയ്തു. അടുത്ത B ക്വസ്റ്റ്യൻ എന്നാ? എക്സും വൈയും കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട് അല്ലെ? അതായത് ഈ ഇക്വേഷൻസ് സോൾവ് ചെയ്യണം. ഈ രണ്ട് ഇക്വേഷന്റെയും എക്സിന്റെ കോഎഫിഷ്യന്റ് സെയിം അല്ലേ? അതുകൊണ്ട് അത് തമ്മിലൊന്ന് സബ്ട്രാക്ട് ചെയ്യാം. അതായത് X+3Y that is equal to 10 minus X+Y that is equal to 4. X minus X 0, 3Y minus Y 2Y അല്ലേ? 2Y that is equal to 10 minus 4 6. അതായത് Y യുടെ ആൻസർ എത്ര കിട്ടി? Y that is equal to 6/2 that is equal to 3.
ഇനി y ഈക്വൽ ടു 3 ഏതെങ്കിലും ഒരു ഇക്വേഷനിൽ ഇട്ട് കൊടുത്തേ. ഒന്നാമത്തെ ഇക്വേഷനിൽ ഇട്ട് കൊടുക്കുക അല്ലെ. അതായത് എക്സ് പ്ലസ് 3 ദാറ്റ് ഈസ് ഈക്വൽ ടു 4. അങ്ങനെയാണെങ്കിൽ എക്സോ എക്സ് ദാറ്റ് ഈസ് ഈക്വൽ ടു 4 മൈനസ് 3 1 ആയിട്ട് കിട്ടും. എക്സിന്റെ വാല്യൂ 1 എന്നും വൈയുടെ വാല്യൂ 3 എന്നും കിട്ടും. എക്സ് ദാറ്റ് ഈസ് ഈക്വൽ ടു 1, വൈ ദാറ്റ് ഈസ് ഈക്വൽ ടു 3. ഇനി നമ്മളോട് എന്താ പറഞ്ഞിരിക്കുന്നത്? വികരണങ്ങളുടെ നീളം അല്ലെങ്കിൽ ഡയഗണൽസിന്റെ ലെങ്ത് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട് അല്ലെ. ഡയഗണൽസിന്റെ ലെങ്ത് കണ്ടുപിടിക്കാൻ നമുക്ക് ചെയ്തൊന്നും നോക്കണ്ട. എ തൊട്ട് O വരെ 10 യൂണിറ്റ് അല്ലെ. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ എത്രയായിരിക്കും? 20 യൂണിറ്റ്. അതായത് ഒന്നാമത്തെ ഡയഗണലിന്റെ നീളം 20 യൂണിറ്റ്. രണ്ടാമത്തതോ O തൊട്ട് B വരെ 4 യൂണിറ്റ് ആണ് അല്ലെ. അങ്ങനെയാണെങ്കിൽ ടോട്ടലോ 4 4 8 യൂണിറ്റ്. ഇത്രയാണ് കണ്ടുപിടിക്കേണ്ടത്. അടുത്ത 18ാമത്തെ ക്വസ്റ്റ്യൻ. ഒരു ഇക്വിലാറ്ററൽ ട്രയാങ്കിളിന്റെ അല്ലെങ്കിൽ സമഭുജ ത്രികോണത്തിന്റെ ഹൈറ്റ് വശമായിട്ട് ഒരു സ്ക്വയർ വരച്ചിട്ടുണ്ട്. നമുക്ക് ട്രയാങ്കിളിന്റെ പെരിമീറ്റർ 6 സെന്റിമീറ്റർ എന്ന് തന്നിട്ടുണ്ട് അല്ലെ. ഈ ഇക്വിലാറ്ററൽ ട്രയാങ്കിളിന്റെ പെരിമീറ്റർ എത്രയാണ്? 6 സെന്റിമീറ്റർ. ഒന്നാമത്തെ ചോദ്യം എന്താ? ട്രയാങ്കിളിന്റെ സൈഡുകളുടെ ലെങ്ത് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട് അല്ലെ. പെരിമീറ്റർ അല്ലെങ്കിൽ ചുറ്റളവ് 6 സെന്റിമീറ്റർ എന്ന് വന്നേക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരു സൈഡ് എത്രയായിരിക്കും? 2 സെന്റിമീറ്റർ വെച്ച് അല്ലെ. 2 സെന്റിമീറ്റർ 2 സെന്റിമീറ്റർ 2 സെന്റിമീറ്റർ. അങ്ങനെയാണെങ്കിൽ അല്ലേ ചുറ്റളവ് 6 സെന്റിമീറ്റർ വരത്തുള്ളൂ. അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഒരു വശം എത്ര സെന്റിമീറ്റർ ആണ്? 2 സെന്റിമീറ്റർ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, സ്ക്വയറിന്റെ ഏരിയ എത്രയാണെന്ന് ചോദിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ സമചതുരത്തിന്റെ പരപ്പളവും ചോദിച്ചിട്ടുണ്ട്. സ്ക്വയറിന്റെ ഒരു സൈഡ് എന്താണെന്നാ പറഞ്ഞിരിക്കുന്നത്? ഇതിന്റെ ഹൈറ്റ് ആണെന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? ഈ ഇക്വിലാറ്ററൽ ട്രയാങ്കിളിന്റെ ഹൈറ്റ് കണ്ടുപിടിക്കണം. അതായത് ഇക്വിലാറ്ററൽ ട്രയാങ്കിളിനെ രണ്ടായിട്ട് മുറിക്കണം. അപ്പോൾ റൈറ്റ് ട്രയാങ്കിൾ ആയിട്ട് മാറും. ആ റൈറ്റ് ട്രയാങ്കിളിന്റെ ഹൈറ്റ് കണ്ടുപിടിക്കണം അല്ലെ. അപ്പോൾ ആദ്യത്തെ ഈ റൈറ്റ് ട്രയാങ്കിൾ നമ്മൾ യൂസ് ചെയ്യുവാണെങ്കിൽ സൈഡ് എത്രയാണ്? ഇവിടെ 2 സെന്റിമീറ്റർ എന്ന് കിട്ടും. ഇത് നേരെ പകുതി അല്ലെ, 1 സെന്റിമീറ്റർ എന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ ഈ ഹൈറ്റ് കണ്ടുപിടിക്കണം. എന്ത് യൂസ് ചെയ്യാം? പൈതഗോറസ് തിയറം യൂസ് ചെയ്യാം. അതായത് AD യുടെ സ്ക്വയർ ദാറ്റ് ഈസ് ഈക്വൽ ടു, അല്ലെങ്കിൽ ഹൈറ്റിന്റെ സ്ക്വയർ ഹൈപ്പോട്ടിനിസിന്റെ സ്ക്വയർ മൈനസ് ബേസിന്റെ സ്ക്വയർ അല്ലെ. അതായത് 2 സ്ക്വയർ മൈനസ് 1 സ്ക്വയർ ദാറ്റ് ഈസ് ഈക്വൽ ടു 4 മൈനസ് 1 ദാറ്റ് ഈസ് ഈക്വൽ ടു 3. അങ്ങനെയാണെങ്കിൽ ADയോ AD ദാറ്റ് ഈസ് ഈക്വൽ ടു √3 എന്ന് നമുക്ക് കിട്ടും അല്ലെ. AD യുടെ വാല്യൂ √3. ഇനി നമ്മളോട് ഏരിയ കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്, അല്ലെങ്കിൽ പരപ്പളവ്. സോ ഏരിയ ദാറ്റ് ഈസ് ഈക്വൽ ടു, സൈഡ് √3 ആണ്. അങ്ങനെയാണെങ്കിൽ ഏരിയയോ ആ √3യുടെ സ്ക്വയർ എടുത്താൽ മതി അല്ലെ. √3യുടെ സ്ക്വയർ ദാറ്റ് ഈസ് ഈക്വൽ ടു എത്രയാണ്? സ്ക്വയറും റൂട്ടും ക്യാൻസൽ ആയി പോകും. ദാറ്റ് ഈസ് ഈക്വൽ ടു 3 സെന്റിമീറ്റർ സ്ക്വയർ നമുക്ക് കിട്ടും. അപ്പോൾ ആ സ്ക്വയറിന്റെ ഏരിയ 3 സെന്റിമീറ്റർ സ്ക്വയർ. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താ? ട്രയാങ്കിളിന്റെ ഹൈറ്റ് ചോദിച്ചിട്ടുണ്ട് അല്ലെ. ഹൈറ്റ് നമ്മൾ ആദ്യം കണ്ടുപിടിച്ചായിരുന്നല്ലോ. AD യുടെ വാല്യൂ, AD എത്രയാണ്? √3 സെന്റിമീറ്റർ. അതായത് ഹൈറ്റ് ദാറ്റ് ഈസ് ഈക്വൽ ടു √3 സെന്റിമീറ്റർ. അടുത്തത് 19ാമത്തെ ക്വസ്റ്റ്യൻ. 13 സെന്റിമീറ്റർ ചുറ്റളവുള്ള സമപാർശ്വ ത്രികോണം വരയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ. 13 സെന്റിമീറ്റർ ആണ് പെരിമീറ്റർ. ഐസോസിലസ് ട്രയാങ്കിൾ ആണ് വരയ്ക്കേണ്ടത്. ഐസോസിലസ് ട്രയാങ്കിൾ. അതിന്റെ സൈഡുകളുടെ പ്രത്യേകത എന്താ? ഒരു ഐസോസിലസ് ട്രയാങ്കിളിന്റെ 2 സൈഡ് ഈക്വൽ ആണ് അല്ലെ. അങ്ങനെയുള്ള ട്രയാങ്കിളിനെയാണ് ഐസോസിലസ് ട്രയാങ്കിൾ എന്ന് പറയുന്നത്. അപ്പോൾ തന്നിരിക്കുന്ന പ്രത്യേകത എന്താണെന്ന് നോക്കിക്കേ. തുല്യമായിട്ടുള്ള സൈഡുകൾ ചെറിയ സൈഡിന്റെ 1.5 മടങ്ങാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ചെറിയ സൈഡ് ഞാൻ 1 സെന്റിമീറ്റർ എന്ന് എടുത്തിട്ടുണ്ടെങ്കിൽ വലിയ സൈഡുകൾ ഏതൊക്കെയായിരിക്കും? 1.5ഉം 1.5ഉം ആയിരിക്കും അല്ലെ. ഇതെല്ലായിരിക്കും സൈഡുകളുടെ റേഷ്യോ. ചെറിയ സൈഡിന്റെ 1.5 മടങ്ങാണ് ഈക്വൽ ആയിട്ടുള്ള സൈഡുകൾ. അതായത് 1:1.5:1.5. ഈ റേഷ്യോനെ നോർമൽ ആയിട്ട് ഒരു നമ്പറിലേക്ക് എഴുതിക്കേ. 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ പോരെ. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? 2:1.5 × 2 3:3 എന്ന് കിട്ടും. നമ്മളോട് വരയ്ക്കാൻ പറഞ്ഞിരിക്കുന്ന ആ ട്രയാങ്കിളിന്റെ പെരിമീറ്റർ 13 സെന്റിമീറ്ററും സൈഡുകളുടെ റേഷ്യോ ഏതുമാണ്? 2:3:3. അങ്ങനത്തെ ഒരു ട്രയാങ്കിൾ വരയ്ക്കുക. നമുക്കിവിടെ വരയ്ക്കേണ്ടത് 13 സെന്റിമീറ്റർ പെരിമീറ്ററും സൈഡുകൾ 2:3:3 എന്ന റേഷ്യോയിലുള്ള ട്രയാങ്കിൾ ആണ് വരയ്ക്കേണ്ടത്. ഐസോസിലസ് ട്രയാങ്കിൾ ആണ് വരയ്ക്കേണ്ടത്. ആദ്യം 13 സെന്റിമീറ്റർ ലെങ്ത് ഉള്ള ലൈൻ വരച്ചേ. 13 സെന്റിമീറ്റർ നീളമുള്ള ലൈൻ വരയ്ക്കുക. അതിനുശേഷം അതിന് AB എന്ന് പേര് കൊടുക്കുക. 13 സെന്റിമീറ്റർ. അടുത്ത ഇഷ്ടമുള്ള ചെരുവില് 2+3+3 എത്രയാണ്? 3 × 5 3 8. 8 സെന്റിമീറ്റർ നീളമുള്ള ലൈൻ വരയ്ക്കുക. ആ ലൈനിന് C എന്ന് പേര് കൊടുത്തു. അതിനുശേഷം 2 സെന്റിമീറ്ററിലും 5 സെന്റിമീറ്ററിലും ഓരോ മാർക്ക് കൊടുത്തു. അതിന് DE എന്നും പേര് കൊടുത്തു.
അടുത്തത് സി ബി കണക്ട് ചെയ്ത് വരയ്ക്കുക. ഇനി സി ബിക്ക് പാരലായിട്ട് ഇയിൽ കൂടെ ഡിയിൽ കൂടെ ഓരോ ലൈൻ വരയ്ക്കുക. അതിനുവേണ്ടി കോമ്പസിൽ സി ബി അളന്നെടുക്കണം. ഇനി ഇയിൽ നിന്ന് ഒരു ആർക്ക് വരയ്ക്കണം. അതുപോലെ തന്നെ ഡിയിൽ നിന്ന് ഒരു ആർക്ക് വരയ്ക്കണം. അടുത്തത് ഇ സി അളന്നെടുക്കുക. ബിയിൽ നിന്ന് ആദ്യത്തെ ആർക്കിനെ കട്ട് ചെയ്യുക. അതിനുശേഷം ഇ ഡി അളന്നെടുക്കണം. ഇ ഡി 3 സെന്റിമീറ്റർ തന്നെയാണ്. ഇനി ആദ്യത്തെ ആ കട്ടിംഗ് പോയിന്റിൽ വെച്ചിട്ട് രണ്ടാമത്തെ ആർക്കിനെ കട്ട് ചെയ്ത് വരയ്ക്കുക. ഇനി ആ പോയിന്റുകൾ തമ്മിൽ കണക്ട് ചെയ്ത് വരയ്ക്കണം. ആ രണ്ട് പാരൽ ലൈൻസ് എ ബിനെ കട്ട് ചെയ്യുന്നല്ലേ, ആ പോയിന്റിന് ഞാൻ എക്സ് വൈ എന്ന് പേര് കൊടുത്തു. ഇപ്പോൾ നമ്മൾ എ ബി എന്ന് പറയുന്ന ഈ ലൈനിനെ 13 സെന്റിമീറ്റർ ഉള്ള ഈ ലൈനിനെ 2:3:3 എന്ന റേഷ്യോയിൽ ഡിവൈഡ് ചെയ്ത് വെച്ചേക്കുവാണ്. ഇനി എന്ത് ചെയ്യണം? എ എക്സ് ഒരു സൈഡായിട്ട് ബാക്കി രണ്ട് സൈഡ് താഴത്തേക്ക് വരയ്ക്കുക. എന്നിട്ട് ഒരു ട്രയാങ്കിൾ, ഐസോസിലസ് ട്രയാങ്കിൾ കംപ്ലീറ്റ് ചെയ്ത് വരയ്ക്കുക. അതായത് എക്സ് വൈ അളന്നെടുക്കണം. ആ അളവ് തന്നെയായിരിക്കും വൈ ബി അല്ലെ, കാരണം എന്നാ 2:3:3 തന്നെയാണ്. അതിനുശേഷം എക്സിൽ കുത്തി താഴത്തോട്ട് വരയ്ക്കുക. അടുത്ത് വൈ ബി, ആ അളവ് തന്നെ ആയതുകൊണ്ട് കോമ്പസിൽ എടുത്ത് ഈ അളവ് തന്നെ എയിൽ നിന്ന് താഴത്തോട്ട് വരച്ചാൽ മതി. ഇപ്പൊ ഇവിടെ നമുക്ക് ഒരു ഇന്റർസെക്റ്റിംഗ് പോയിന്റ് കിട്ടി, അത് തമ്മിൽ കണക്ട് ചെയ്ത് വരയ്ക്കുക. ആ പോയിന്റിന് നമുക്ക് ഇസഡ് എന്ന് പേര് കൊടുക്കാം. ഇസഡ്. ഇപ്പൊ കെട്ടിയിരിക്കുന്ന ഈ ട്രയാങ്കിള് എ എക്സ് ഇസഡ്, ഈ ട്രയാങ്കിളിന്റെ സൈഡുകളുടെ റേഷ്യോ എത്രയാണ്? 1:1.5:1.5. ഇതായിരിക്കും ഈ ട്രയാങ്കിളിന്റെ സൈഡുകളുടെ റേഷ്യോ. അതുപോലെ തന്നെ ഇതൊരു ഐസോസിലസ് ട്രയാങ്കിൾ ആയിരിക്കും. അതിന്റെ പെരിമീറ്റർ എത്രയാന്ന് പറഞ്ഞിട്ടുണ്ട്? പെരിമീറ്റർ 13 സെന്റിമീറ്ററും ആയിരിക്കും. അടുത്തത് 20ാമത്തെ ക്വസ്റ്റ്യൻ. ഇവിടെ ഒരു നമ്പേഴ്സിന്റെ പാറ്റേൺ കൊടുത്തിട്ടുണ്ട് അല്ലെ. 1² - 0² that is equal to 1, 2² - 1² equal to 3, 3² - 2² equal to 5. അങ്ങനത്തെ പാറ്റേൺ കൊടുത്തിട്ടുണ്ട്. അതായത് 1, 3, 5, 7 അങ്ങനത്തെ ഒറ്റ സംഖ്യകളെ അല്ലെങ്കിൽ ഓഡ് നമ്പേഴ്സിനെ രണ്ട് വർഗങ്ങളുടെ അല്ലെങ്കിൽ പെർഫെക്റ്റ് സ്ക്വയേഴ്സിന്റെ ഡിഫറൻസ് ആയിട്ട് എഴുതാം എന്നാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ആ പാറ്റേൺ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇതിന്റെ പ്രത്യേകത എന്താ? 1 0, 2 1, 3 2 തൊട്ടടുത്ത സംഖ്യകളാണ് അല്ലെ. സ്ക്വയറുകൾ എടുത്തിരിക്കുന്നത് തൊട്ടടുത്ത സംഖ്യകളാണ്. അതുപോലെ തന്നെ ആ നമ്പേഴ്സിന്റെ സമ്മം നോക്കിക്കേ. 1ഉം 0ഉം 1 കിട്ടും അല്ലെ. 2ഉം 1ഉം 3 കിട്ടും. 3ഉം 2ഉം കൂടെ കൂട്ടിയാലോ 5 കിട്ടും. അതായത് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന നമ്പേഴ്സിന്റെ സം എടുത്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ തുക കണ്ടിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ ഒറ്റസംഖ്യ ആയിരിക്കും കിട്ടുന്നത്. ഈ രണ്ട് പ്രത്യേകതയാണ് ഈ പാറ്റേണിനുള്ളത്. നമ്മളോട് ഒന്നാമത്തെ ചോദ്യം ചോദിച്ചിരിക്കുന്നത് എന്താ? 11നെ പൂർണ്ണവർഗങ്ങളുടെ വ്യത്യാസമായി എഴുതുക അല്ലെങ്കിൽ പെർഫെക്റ്റ് സ്ക്വയേഴ്സിന്റെ ഡിഫറൻസ് ആയിട്ട് എഴുതുക എന്ന് ചോദിച്ചേക്കുന്നത് അല്ലെ. 11നെ നമുക്ക് എങ്ങനെ എഴുതാം? രണ്ട് പ്രത്യേകതകൾ എന്തായിരുന്നു ഇതിനകത്ത് പറഞ്ഞത്? തൊട്ടടുത്ത രണ്ട് സംഖ്യകളുടെ സമ്മ് ആ ഓഡ് നമ്പർ കിട്ടും അല്ലെ. അങ്ങനെയാണെങ്കിൽ ആ സ്ക്വയറിന്റെ ഡിഫറൻസ് ആയിട്ട് എഴുതാനായിട്ട് പറ്റുള്ളൂ. അതുപോലെ തന്നെ 11നെ എങ്ങനെ എഴുതാൻ പറ്റുമെന്ന് നോക്കിക്കേ. തൊട്ടടുത്ത രണ്ട് സംഖ്യകളുടെ സമ്മ് എടുത്തിട്ടുണ്ടെങ്കിൽ അത് എത്ര കിട്ടണം? 11 കിട്ടണം അല്ലെ. ഏതൊക്കെ സംഖ്യകൾ കൂട്ടിയിട്ടുണ്ടെങ്കിൽ 11 കിട്ടും? തൊട്ടടുത്ത രണ്ട് സംഖ്യകൾ 6ഉം 5ഉം കൂടെ കൂട്ടിയിട്ടുണ്ടെങ്കിൽ 11 കിട്ടത്തില്ലേ? തൊട്ടടുത്ത രണ്ട് സംഖ്യകൾ. അങ്ങനെയാണെങ്കിൽ 11നെ എങ്ങനെ എഴുതാം? 6² - 5² എന്ന് എഴുതാം അല്ലെ. ദാറ്റ് ഈസ് ഈക്വൽ ടു 11 കിട്ടും. 6² എത്രയാ? 36. 5² 25. 36 - 25 11 കിട്ടത്തില്ലേ? ഇതിനെ മറ്റൊരു രീതിയിൽ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. 11നെയല്ലേ നമുക്ക് എഴുതേണ്ടത്? 11 + 1 / 2 ചെയ്യുക, 11 - 1 / 2 ചെയ്യുക. അപ്പൊ എന്ത് കിട്ടും? 11 + 1 / 2 12/2 6 കിട്ടും അല്ലെ. 6. then 11 - 1 10 കിട്ടും അല്ലെ. 10/2 5. അപ്പൊ നമുക്ക് എന്ത് എഴുതാം? 6² - 5² എന്ന് എഴുതാം. ഏത് രീതിയിൽ വേണേലും ചെയ്യാം കേട്ടോ. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ.
n ഈക്വൽ ടു a സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്ന് എഴുതിയിട്ടുണ്ട്. n ഒരു ഒറ്റ സംഖ്യ അല്ലെങ്കിൽ ഓഡ് നമ്പർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? a പ്ലസ് ബി എത്രയാണ് കണ്ടുപിടിക്കണം. അതായത് ഇങ്ങനെ ഒരു ഒറ്റ സംഖ്യനെ രണ്ട് സ്ക്വയറിന്റെ ഡിഫറൻസ് ആയിട്ട് എഴുതിയിട്ടുണ്ട് അല്ലെ. അങ്ങനെയാണെങ്കിൽ നമ്മളോട് എന്താ ചോദിച്ചിരിക്കുന്നത്? a പ്ലസ് ബി ആണ് ചോദിച്ചിരിക്കുന്നത്. അതായത് ഇവിടെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 2 പ്ലസ് 1 ആണ് ചോദിച്ചിരിക്കുന്നത് അല്ലെ. 2 പ്ലസ് 1 എന്താണെന്ന് പറഞ്ഞേ? ആ ഒറ്റ സംഖ്യ തന്നെ കിട്ടും നമ്മൾ പറഞ്ഞായിരുന്നു അല്ലെ. അതായത് a പ്ലസ് ബി എത്ര കിട്ടും? നമ്മുടെ ഒറ്റ സംഖ്യ തന്നെ കിട്ടും അല്ലെ. അതായത് a പ്ലസ് ബി എത്രയാണ്? a പ്ലസ് ബി ദാറ്റ് ഈസ് ഈക്വൽ ടു ഒറ്റ സംഖ്യ n ആണ് അല്ലെ. a പ്ലസ് ബി ദാറ്റ് ഈസ് ഈക്വൽ ടു n. അടുത്തത് സി. പി ക്യു എന്നിവ എണ്ണൽ സംഖ്യകളാണ് അല്ലെങ്കിൽ നാച്ചുറൽ നമ്പർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. 17നെ നമുക്ക് എങ്ങനെ എഴുതാം? പി സ്ക്വയർ മൈനസ് ക്യൂ സ്ക്വയർ എന്ന് എഴുതാം. അങ്ങനെയാണെങ്കിൽ നമ്മളോടുള്ള ചോദ്യം എന്നാ? പി മൈനസ് ക്യൂ എത്രയാണെന്ന് ചോദിച്ചേക്കുന്നത്. ഈ പാറ്റേണിന്റെ രണ്ട് പ്രത്യേകത പറഞ്ഞായിരുന്നല്ലോ. ഒന്നാമത്തെ പ്രത്യേകത എന്നായിരുന്നു? തൊട്ടടുത്ത നാച്ചുറൽ നമ്പർ ആണെന്ന് പറഞ്ഞായിരുന്നു അല്ലേ. അപ്പോൾ നമുക്ക് പി സ്ക്വയർ മൈനസ് ക്യൂ സ്ക്വയറിൽ പിയും ക്യൂവും തൊട്ടടുത്തടുത്ത നമ്പറുകളാണ് അല്ലേ. അങ്ങനെയാണെങ്കിൽ പി മൈനസ് ക്യൂ എത്രയായിരിക്കും? തൊട്ടടുത്തടുത്ത സംഖ്യകളാണ്. അതുകൊണ്ട് പി മൈനസ് ക്യൂ ദാറ്റ് ഈസ് ഈക്വൽ ടു 1 ആയിരിക്കും അല്ലേ. പി മൈനസ് ക്യൂ ദാറ്റ് ഈസ് ഈക്വൽ ടു 1. അതായിരുന്നു മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. അടുത്ത 21ാമത്തെ ക്വസ്റ്റ്യൻ. ഒരു രണ്ടക്ക സംഖ്യയുടെ അല്ലെങ്കിൽ 2 ഡിജിറ്റ് നമ്പറിന്റെ 2 ഡിജിറ്റുകളുടെ സമ്മ് 7 ആണെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ. അതുപോലെ തന്നെ ആ 2 ഡിജിറ്റ് നമ്പറിന്റെ ഡിജിറ്റുകൾ ഒന്ന് മാറ്റിയിട്ടു. അങ്ങനെയാണെങ്കിൽ പുതിയ കിട്ടുന്ന സംഖ്യ ആദ്യത്തെ സംഖ്യനെ കഴിഞ്ഞും 27 കൂടുതലാന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ. നമ്മളോട് എന്തൊക്കെയാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്? എക്സ് വൈ എന്നിവ ഡിജിറ്റുകളായിട്ട് എടുത്തിട്ട് ഒരു ഇക്വേഷൻ എഴുതാൻ പറഞ്ഞിട്ടുണ്ട് അല്ലെ. അതുപോലെ തന്നെ ആ നമ്പേഴ്സും കണ്ടുപിടിക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഡിജിറ്റുകൾ ഏതൊക്കെയാണ്? എക്സും വൈയും ആണ് നമ്മുടെ ഡിജിറ്റുകൾ അല്ലെ. അങ്ങനെയാണെങ്കിൽ ആ 2 ഡിജിറ്റ് നമ്പർ എങ്ങനെയായിരിക്കും നമുക്ക് എഴുതാൻ പറ്റുന്നത്? 2 ഡിജിറ്റ് നമ്പർ നമ്മൾ എങ്ങനെയാണ് സാധാരണ എഴുതാറ്? 10x പ്ലസ് വൈ എന്ന ഫോമിലായിരിക്കും അല്ലെ. 10x പ്ലസ് വൈ എന്ന ഫോമിലായിരിക്കും ഒരു 2 ഡിജിറ്റ് നമ്പർ ഉള്ളത്. അപ്പോൾ നമ്മുടെ നമ്പർ ഏതാണ്? 10x പ്ലസ് വൈ ആണ് നമ്മുടെ 2 ഡിജിറ്റ് നമ്പർ. ആദ്യം പറഞ്ഞിരിക്കുന്ന കാര്യം എന്താ? ഡിജിറ്റുകളുടെ സമ്മ് 7 ആണെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ. അപ്പോൾ അതിനകത്ത് നിന്ന് നമുക്ക് ഒരു ഇക്വേഷൻ കിട്ടും. അതായത് ഡിജിറ്റുകളുടെ സമ്മ് എന്ന് വെച്ചാൽ ഡിജിറ്റുകൾ കൂട്ടിയാൽ പോരെ. എക്സ് പ്ലസ് വൈ, എക്സും വൈയും ആണ് നമ്മുടെ ഡിജിറ്റുകൾ. അതുകൊണ്ട് എക്സ് പ്ലസ് വൈ ദാറ്റ് ഈസ് ഈക്വൽ ടു 7 എന്ന് കിട്ടും. ഡിജിറ്റുകളുടെ സമ്മ് 7 ആണ്. അത് ഒന്നാമത്തെ ഇക്വേഷൻ ആയിട്ട് എഴുതാം. ഇനി രണ്ടാമത്തെ ഇക്വേഷൻ എന്നാ? നമ്മുടെ 2 ഡിജിറ്റ് നമ്പറിലെ ഡിജിറ്റുകൾ ഒന്ന് സ്ഥാനം മാറ്റിയിടണം. അങ്ങനെയാണെങ്കിൽ പുതിയ സംഖ്യയുടെ പ്രത്യേകത എന്താ? ആദ്യത്തെ സംഖ്യനെ കഴിഞ്ഞും 27 കൂടുതലാന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ. അപ്പോൾ നമ്മുടെ ആദ്യത്തെ നമ്പർ 10x പ്ലസ് വൈ ആണ്. ഡിജിറ്റുകൾ ഒന്ന് മാറ്റിയിട്ടിട്ടുണ്ടെങ്കിൽ സംഖ്യ ഏതായിരിക്കും? ഈ എക്സ് വൺസിന്റെ പ്ലേസിൽ പോകും അല്ലെ. അങ്ങനെയാണെങ്കിൽ ന്യൂ നമ്പർ 10y പ്ലസ് എക്സ് ആയിരിക്കും. എക്സും വൈയും പ്ലേസ് ഒന്ന് മാറ്റണം. ഇപ്പോൾ പുതിയ സംഖ്യയുടെ പ്രത്യേകത എന്താ? 27 കൂടുതലാണ് അല്ലെ. അങ്ങനെയാണെങ്കിൽ ഇക്വേഷൻ എങ്ങനെ ഉണ്ടാക്കാം? ആദ്യത്തെ സംഖ്യ അതായത് 10x പ്ലസ് വൈ, ആദ്യത്തെ സംഖ്യനെ കഴിഞ്ഞ് 27 കൂടുതൽ അല്ലെ. അതായത് പ്ലസ് 27 ചെയ്താൽ മാത്രമേ ഏത് കിട്ടത്തുള്ളൂ? രണ്ടാമത്തെ സംഖ്യ കിട്ടത്തുള്ളൂ അല്ലെ. അതായത് 10y പ്ലസ് എക്സ് കിട്ടത്തുള്ളൂ. അപ്പൊ ഇത് രണ്ടാമത്തെ ഇക്വേഷൻ ആയിട്ട് എഴുതത്തില്ലേ? ഇതൊന്ന് സിംപ്ലിഫൈ ചെയ്തേ. വേരിയബിൾസ് എല്ലാം ഒരു സൈഡിൽ കൊണ്ടുവരിക, നമ്പർ മാത്രം വേറൊരു സൈഡിൽ കൊണ്ടുവരിക അല്ലെ. അതായത് 10x പ്ലസ് വൈ, ദെൻ 10y വേരിയബിൾ ആണ് അല്ലെ. അത് ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവന്നേ. അതായത് മൈനസ് 10y, ദെൻ എക്സും വേരിയബിൾ ആണ് അല്ലെ. സോ മൈനസ് എക്സ് ദാറ്റ് ഈസ് ഈക്വൽ ടു 27 നമ്പർ ആണ്. അതുകൊണ്ട് അത് വലതുവശത്തേക്ക് കൊണ്ടുവരിക അല്ലെ. വലതുവശത്ത് വരുമ്പോൾ മൈനസ് 27 ആവും. മൈനസ് 27. ഇനി അതൊന്ന് സിംപ്ലിഫൈ ചെയ്തേ. 10x മൈനസ് എക്സ് 9x കിട്ടും അല്ലെ. 9x. അടുത്ത് y മൈനസ് 10y, മൈനസ് 9y മൈനസ് 9y ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് 27 എന്ന് കിട്ടും. നമുക്ക് വേണമെങ്കിൽ ഇതൊന്ന് സിംപ്ലിഫൈ ചെയ്യാം. എങ്ങനെ നമുക്ക് സിംപ്ലിഫൈ ചെയ്യാം? ഈ ഇക്വേഷനെ കംപ്ലീറ്റ് ആയിട്ട് 9 കൊണ്ട് ഡിവൈഡ് ചെയ്യാം അല്ലെ. ഡിവൈഡഡ് ബൈ 9. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? 9x ഡിവൈഡ് ബൈ 9 എത്ര കിട്ടും? എക്സ് കിട്ടും. ദെൻ മൈനസ് 9y ഡിവൈഡ് ബൈ 9ഓ? മൈനസ് y കിട്ടും. ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് 27 ഡിവൈഡ് ബൈ 9ഓ? മൈനസ് 3 കിട്ടും അല്ലെ. മൈനസ് 3. എക്സ് മൈനസ് വൈ ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് 3 എന്ന് പറയുന്നത് നമുക്ക് രണ്ടാമത്തെ ഇക്വേഷൻ കിട്ടും. രണ്ടാമത്തെ ഇക്വേഷൻ. ഇപ്പൊ ഇതെല്ലാവരും നമ്മളോട് ആദ്യം ചോദിച്ചിരുന്നത് ഇക്വേഷൻസ് കാണാൻ പറഞ്ഞിട്ടുണ്ട്. ഒന്നാമത്തെ ഇക്വേഷൻ ഏതാണ്? എക്സ് പ്ലസ് വൈ ദാറ്റ് ഈസ് ഈക്വൽ ടു 7. രണ്ടാമത്തെ ഇക്വേഷനോ? എക്സ് മൈനസ് വൈ ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് 3 എന്നും കിട്ടും. ഇനി രണ്ടാമത് സംഖ്യകൾ കാണാൻ പറഞ്ഞിട്ടുണ്ട് അല്ലെ.
അതായത് എന്താ ചെയ്യേണ്ടത്? ഈ രണ്ട് ഇക്വേഷൻസ് സോൾവ് ചെയ്യണം. എങ്ങനെ സോൾവ് ചെയ്യുന്നത്? ഏതെങ്കിലും ഒരു വേരിയബിളിന്റെ കോഎഫിഷ്യൻസ് നോക്കുക. എക്സിന്റെ കോഎഫിഷ്യന്റ് രണ്ട് സെയിം ആണ് അല്ലേ? ഇവിടെയും എക്സിന്റെ കോഎഫിഷ്യന്റ് 1 ആണ്, ഇവിടെയും 1 ആണ്. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ആ ഇക്വേഷൻസ് തമ്മിൽ സബ്ട്രാക്ട് ചെയ്താൽ മതി. അപ്പൊ ഒന്നാമത്തെ ഇക്വേഷനിൽ നിന്ന് രണ്ടാമത്തെ ഇക്വേഷൻ ഞാൻ സബ്ട്രാക്ട് ചെയ്യാനായിട്ട് പോവാം. ഇക്വേഷൻ 1 മൈനസ് ഇക്വേഷൻ 2. ഒന്നാമത്തെ ഇക്വേഷൻ എന്നാ? എക്സ് പ്ലസ് വൈ ദാറ്റ് ഈസ് ഈക്വൽ ടു 7 മൈനസ് രണ്ടാമത്തെ ഇക്വേഷനോ എക്സ് മൈനസ് വൈ ദാറ്റ് ഈസ് ഈക്വൽ ടു -3. എന്ത് കിട്ടും? എക്സ് മൈനസ് എക്സ് 0 കിട്ടും. വൈ മൈനസ് മൈനസ് വൈ, മൈനസ് മൈനസ് കൂടെ പ്ലസ് ആകും അല്ലെ? അപ്പൊ എന്ത് കിട്ടും? +2y കിട്ടും. +2y ദാറ്റ് ഈസ് ഈക്വൽ ടു 7 മൈനസ് -3. രണ്ട് മൈനസ് ഉണ്ട് അല്ലേ? അതുകൊണ്ട് അത് രണ്ടും കൂടെ പ്ലസ് ആകും. അതുകൊണ്ട് 7 + 3 കിട്ടും, 10 കിട്ടും. 10. 2y ദാറ്റ് ഈസ് ഈക്വൽ ടു 10 എന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ വൈയോ y ദാറ്റ് ഈസ് ഈക്വൽ ടു 10/2 5 കിട്ടും അല്ലേ? 5. വൈയുടെ വാല്യൂ 5 എന്ന് കിട്ടി. ഇനി എക്സ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാ? y = 5 ഏതെങ്കിലും ഒരു ഇക്വേഷനിൽ കൊടുക്കുക അല്ലെ? ഞാൻ ഒന്നാമത്തെ ഇക്വേഷനിൽ കൊടുക്കാനായിട്ട് പോവുക. അതായത് എക്സ് പ്ലസ് 5 ദാറ്റ് ഈസ് ഈക്വൽ ടു 7. അതല്ലായിരുന്നു ഒന്നാമത്തെ ഇക്വേഷൻ? എക്സ് പ്ലസ് വൈ ദാറ്റ് ഈസ് ഈക്വൽ ടു 7 ആയിരുന്നു ഒന്നാമത്തെ ഇക്വേഷൻ. വൈയുടെ സ്ഥാനത്ത് ഞാൻ 5 കൊടുത്തു. അപ്പോൾ എക്സ് ദാറ്റ് ഈസ് ഈക്വൽ ടു 7 മൈനസ് 5. എക്സ് ദാറ്റ് ഈസ് ഈക്വൽ ടു എത്ര കിട്ടി? 2 എന്ന് കിട്ടി അല്ലെ? എക്സ് ഈക്വൽ ടു 2. അങ്ങനെയാണെങ്കിൽ സംഖ്യ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഏതാ നമ്മുടെ സംഖ്യ? 10x + y ആണ് നമ്മുടെ സംഖ്യ അല്ലെ? എക്സിന്റെ സ്ഥാനത്ത് ഏതാണ്? 2, വൈയുടെ സ്ഥാനത്ത് 5. അങ്ങനെയാണെങ്കിൽ നമ്പർ ഏതാണ്? നമ്പർ ദാറ്റ് ഈസ് ഈക്വൽ ടു 25 നമുക്ക് കിട്ടും. ഏതാണ് നമ്മുടെ നമ്പർ? 25. അടുത്ത 22ാമത്തെ ക്വസ്റ്റ്യൻ. രണ്ട് നമ്പേഴ്സിന്റെ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഗുണനഫലം 70 എന്ന് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ സമ്മ് അല്ലെങ്കിൽ തുക എത്രയാ? 17 എന്ന് കൊടുത്തിട്ടുണ്ട് അല്ലെ? നമ്മളിവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? x-1 × y-1 ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ അതിന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട് അല്ലെ? അപ്പോൾ ആദ്യം ഇതൊന്ന് എക്സ്പാൻഡ് ചെയ്ത് നോക്കിയാലോ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ x-1 × y-1 ദാറ്റ് ഈസ് ഈക്വൽ ടു എങ്ങനെ ചെയ്യുന്നത്? ആദ്യത്തെ ബ്രാക്കറ്റിലെ ഓരോ നമ്പറിനെയും രണ്ടാമത്തെ ബ്രാക്കറ്റിലെ ഓരോ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം അല്ലെ? അതായത് x × y xy, അടുത്ത x × -1 -x, അടുത്ത -1 × y -y, അടുത്ത -1 × -1 +1 വരും അല്ലെ? +1. ഇപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇത്രയേ ഉള്ളൂ. അതൊന്ന് എക്സ്പാൻഡ് ചെയ്യുക. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താ? ഇതിന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട് അല്ലെ? അതിന് നമുക്ക് തന്നിരിക്കുന്നത് എന്തൊക്കെയാണ്? എക്സിന്റെ വൈയുടെയും പ്രൊഡക്റ്റും തന്നിട്ടുണ്ട്, അതിന്റെ സമ്മും തന്നിട്ടുണ്ട് അല്ലെ? അപ്പോൾ ഈ രൂപത്തിൽ എഴുതിയിട്ടുണ്ടെങ്കിൽ നമുക്കത് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. അപ്പൊ ഇതിനെ എങ്ങനെ മാറ്റി എഴുതാം? നമുക്ക് ഇതിന്റെ എക്സ്പാൻഷൻ കാണാതെ പഠിച്ചവർക്ക് ഇത് എളുപ്പമായിരിക്കും. എങ്ങനെയായിരുന്നു നമ്മൾ കാണാതെ പഠിച്ചത്? x-1 × y-1 എങ്ങനെ ചെയ്യാന്ന് പഠിച്ചിരുന്നത്? പ്രൊഡക്റ്റ് മൈനസ് സം +1 അങ്ങനെ എഴുതി നമ്മൾ പഠിച്ചു ഓർക്കുന്നുണ്ടോ? പ്രൊഡക്റ്റ് മൈനസ് സം +1. അപ്പൊ അത് അറിയാവുന്നവർക്കാണെങ്കിൽ ഇത് ചെയ്യാൻ എളുപ്പമാണ്. അല്ലാത്തവർ എന്ത് ചെയ്യണം? ഇതിനെ ഒരു സ്റ്റെപ്പും കൂടെ എഴുതിയിട്ട് സമ്മിന്റെ രൂപത്തിൽ എഴുതേണ്ടി വരും. അതെങ്ങനെ എഴുതുന്നേ? ദാറ്റ് ഈസ് ഈക്വൽ ടു xy അതുപോലെ തന്നെ എഴുതുക. ഇതിനകത്ത് രണ്ടിനകത്ത് നിന്ന് മൈനസ് ഔട്ട് സൈഡിൽ എടുക്കുക. ഇപ്പോൾ -x-ൽ നിന്ന് മൈനസ് ഔട്ട് സൈഡിൽ എടുത്തു. ബാക്കി എന്തുണ്ട്? x മാത്രമേ ഉള്ളൂ അല്ലെ? x. ഇതിനകത്ത് നിന്ന് മൈനസ് നമ്മൾ ഔട്ട് സൈഡിൽ എടുത്തില്ലേ? അപ്പൊ ഇനി ബാക്കി എന്തുണ്ട്? +y. ഇനി +1 മാറ്റി എഴുതുക. +1. ഇപ്പൊ നോക്കിക്കേ, x + y എന്ന് കിട്ടിയില്ലേ? അതായത് എക്സിന്റെ വൈയുടെ സം ആയിട്ട് കിട്ടി അല്ലെ? ഇങ്ങനെ മാറ്റി എഴുതിയാൽ മാത്രമേ ഇതിന്റെ ആൻസർ കണ്ടുപിടിക്കാനായിട്ട് പറ്റത്തുള്ളൂ. Then that is equal to ഇനി തന്നിരിക്കുന്ന കാര്യങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തേ. xy പ്രൊഡക്റ്റ് എത്രയാണ്? 70 അല്ലേ? 70 then മൈനസ് x + y തുക എത്രയാണ്? 17 അല്ലേ? 17 then +1 that is equal to നമുക്ക് എത്ര കിട്ടും? 70 - 17 53 കിട്ടും അല്ലേ? +1 54. 54 നമുക്ക് ആൻസർ ആയിട്ട് കിട്ടും. അപ്പോൾ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ x-1 × y-1 വാല്യൂ എത്രയാണ്? 54. ഇത്രയും ചോദ്യങ്ങളാണ് നമുക്ക് ഈ സെഷനിൽ ചെയ്യാനുള്ളത്. അപ്പോൾ നമുക്ക് ആകെ 11 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. അതിനകത്ത് എത്ര ആൻസർ ചെയ്യണം? 8 ക്വസ്റ്റ്യൻസ് ആണ് ആൻസർ ചെയ്യേണ്ടത്. ഞാൻ ആദ്യമേ പറഞ്ഞായിരുന്നു ഈ പാർട്ട് ആൻസർ ചെയ്യാനായിട്ട് 1 മണിക്കൂറിൽ കൂടുതൽ ഒരിക്കലും എടുക്കരുത്. 8 ക്വസ്റ്റ്യൻ ആണ് ചെയ്യേണ്ടത്. 1 മണിക്കൂറിനുള്ളിൽ ഈ സെക്ഷൻ കംപ്ലീറ്റ് ചെയ്തോണം.